ആലപ്പുഴയിൽ കുഞ്ഞിന് അസാധാരണ വൈകല്യമുണ്ടായ സംഭവത്തിൽ കുഞ്ഞിനെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. തിരുവനന്തപുരത്തു നിന്നുള്ള പ്രത്യേക സംഘം കുഞ്ഞിനെ വിശദമായി പരിശോധിക്കും. ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ വി മീനാക്ഷിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മെഡിക്കൽ കോളേജിലെത്തിയത്. ആലപ്പുഴയിൽ വൈകല്യത്തോടെ കുഞ്ഞ് ജനിച്ച സംഭവത്തിൽ മിഡാസ് ലാബിലേക്ക് ഡിവൈഎഫ്ഐ പ്രതിഷേധിച്ചു. ലാബിന്റെ ബോർഡും ബാനറുകളും പ്രതിഷേധക്കാർ തകർത്തു. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി ചേർന്നു. മനീഷ്, ഇപ്പോഴും ഇതിൻ്റെ സംഭവം അവിടെ തന്നെ നിൽക്കുകയാണ്. ഞങ്ങൾക്കറിയില്ല എന്ന ഈ ലാബുകാരും ഞങ്ങൾക്കറിയില്ല എന്ന് ഗൈനക്കോളജിസ്റ്റ് പറയുന്നുണ്ട്. അതിന് അന്വേഷണം ഏതു വഴിയിലാണിപ്പോൾ മനീഷ്? ആഷ്മി, റേഡിയോളജിസ്റ്റുകളും ലാബ് ഉടമകളും ഒരു വാദം ഉന്നയിക്കുന്നു. സർക്കാർ ഡോക്ടർമാരാണെങ്കിൽ മറ്റൊരു വാദം ഉന്നയിക്കുന്നു. KGMO ആണെങ്കിൽ ഡോക്ടർമാർക്ക് ഭാഗത്ത് തെറ്റില്ല എന്നതടക്കമുള്ള DMO അടക്കമുള്ള റിപ്പോർട്ട് കൊടുക്കുന്നത് ആ രീതിയിലാണ്. ഇത് സംബന്ധിച്ച് എന്താണെങ്കിലും ആരോഗ്യ വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ഇത് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ വിദഗ്ധ സംഘം എത്തി കുഞ്ഞിനെ 11 മണിയോടെ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ എത്തിച്ച് വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കും. അങ്ങനെ അന്വേഷണം ആരംഭിക്കുന്നു. മറ്റൊരു ഭാഗത്ത് പ്രതിഷേധം ശക്തമാവുകയാണ്. ഇന്നലെ മുസ്ലിം ലീഗിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രതിഷേധമായിരുന്നുവെങ്കിൽ ഇന്ന് DYFI ആലപ്പുഴ ബ്ലോക്ക് കമ്മിറ്റിയുടെ പ്രതിഷേധം ആലപ്പുഴയിലെ മിഡാസ് എന്ന ലാബിലേക്ക് സംഘടിപ്പിച്ചു. അവിടെ പ്രതിഷേധിച്ചെത്തിയ DYFI പ്രവർത്തകർ ബാനറും ബോർഡുകളും നശിപ്പിച്ചു. അവിടെ DYFI ജില്ലാ സെക്രട്ടറി ജെയിംസ് സാമുവൽ, ഒപ്പം തന്നെ ബ്ലോക്ക് സെക്രട്ടറി ശ്രീജിത്ത്, DYFI നേതാക്കളായിട്ടുള്ള അനീഷ് കുര്യൻ, ജയകൃഷ്ണൻ അടക്കമുള്ള നേതാക്കൾ പങ്കെടുത്തു. DYFI ഇതിൽ വിശദമായി പറയുന്ന കാര്യം, ആരോഗ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ച് കത്ത് നൽകും. നേരത്തെയൊക്കെ തന്നെ വണ്ടാനം മെഡിക്കൽ കോളേജിനെതിരെയൊക്കെ തന്നെ നിരവധി പ്രശ്നങ്ങൾ, അനാസ്ഥകൾ ഡോക്ടർമാർക്കെതിരെ ഉയരുന്നു. ഈ രീതിയിൽ ഡോക്ടർമാരും ലാബുകളും ചേർന്ന് നടക്കുന്ന അഡ്ജസ്റ്റ്മെന്റുകൾ സർക്കാർ ഇടപെടണം. ഇത്തരത്തിലുള്ള വിഷയം, ഇത്തരത്തിലുള്ള കച്ചവടം ഈ സർക്കാർ ഇടപെട്ടുകൊണ്ട് കർശന നടപടി ഈ ഇത്തരത്തിൽ കുറ്റം ചെയ്യുന്ന ഡോക്ടർമാർക്കെതിരെയും ലാബുകൾക്കെതിരെയും തക്കതായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ആരോഗ്യമന്ത്രിക്കടക്കം കത്ത് നൽകുമെന്നും ഈ രീതിയിൽ ഇങ്ങനെ ലാബുകൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ലാബുകൾക്കെതിരെ DYFI കൂടി ആ രീതിയിൽ തെരുവിലിറങ്ങി സമരം ചെയ്യും, പ്രതിഷേധിക്കുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. അതിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം മഹിളാ കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് കൂടിയുണ്ട് വനിതാ ശിശു ആശുപത്രിയിലേക്ക്. ഉച്ചയ്ക്ക് ശേഷം വിദഗ്ധ സംഘം വനിതാ ശിശു ആശുപത്രിയിൽ എത്തി ഈ രേഖകൾ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും. പ്രാഥമിക റിപ്പോർട്ട് DMO കൈമാറിയിട്ടുണ്ട്. പക്ഷേ വിശദമായ റിപ്പോർട്ട് ഡിസംബർ 3 മെഡിക്കൽ ഡയറക്ടർക്ക് സമർപ്പിക്കാനാണ് നിലവിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഹാഷ്മി. ഓക്കെ, മനീഷ് മഹിപാലാണ്. അവിടെ ഈ മിഡാസ് എന്ന് പറയുന്ന ലാബിന്റെ മുന്നിലേക്ക് വലിയ പ്രതിഷേധം ഉയർന്നു DYFI പ്രവർത്തകർ. ലാബിന്റെ ബോർഡും ബാനറുകളും പ്രതിഷേധക്കാർ തകർത്തു. ലാബ് പക്ഷേ പറഞ്ഞു ഞങ്ങൾക്കൊന്നും അറിയില്ല, ഗൈനക്കോളജിസ്റ്റുകളും പറഞ്ഞു ഞങ്ങൾക്കൊന്നും അറിയില്ല. പിന്നെ ആർക്കെങ്കിലും അറിയണമല്ലോ, അതിനാണ് അന്വേഷണം നടക്കട്ടെ.